As a human being, it is our duty to protest against inequalities. Here we are discussing such a topic, Anthem by Leonard Cohen. Leonard Cohen is a famous Canadian poet, novelist, singer, and writer. And he wrote the famous poem Anthem, and it is a protest against inequalities. സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അനീതിക്കെതിരെ പോരാടുക എന്നുള്ളത് ഒരു പൗരന്റെ ധർമ്മമാണ്. അത്തരത്തിലൊരു കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലിയനാർഡ് കോഹൻ, പ്രശസ്ത കനേഡിയൻ എഴുത്തുകാരനായ ലിയനാർഡ് കോഹന്റെ ആന്തം എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. The song Anthem is included in his album Future that was written in 1992. 1992 എഴുതിയ ഫ്യൂച്ചർ എന്ന ആൽബത്തിലെ ഒരു പാട്ടാണ് Anthem. And Hope in Darkness is the theme of the song. Hope in Darkness, ഇരുട്ടില് ഉള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലും എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കാണുക എന്ന ആ ഒരു അവസ്ഥയാണ്, അതാണ് ഈ കവിതയുടെ തീം. The poet demands to oppose inequalities and bring peace in the world. ഈ കവിതയിലൂടെ കവി ആവശ്യപ്പെടുന്നത് we have to respond against inequalities. അസമത്വങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം, അങ്ങനെ സമൂഹത്തിൽ സമാധാനം നിലനിർത്തണം എന്നാണ്. And never be in compromise with best offerings. നമുക്ക് പല പല ഓഫറിംഗ് കിട്ടിയാലും, പല പല വാഗ്ദാനങ്ങൾ കിട്ടിയാലും ആ അനീതികൾക്കെതിരെ നമ്മൾ പോരാടണം. കാരണം ഒരുപാട് ഓഫറുകൾ തന്ന് നമ്മുടെ വായടപ്പിക്കാന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തെ എതിർത്തുകൊണ്ട് നമ്മൾ മുന്നേറണം, നമ്മൾ അനീതിക്കെതിരെ പോരാടണം എന്നാണ് ഈ കവിതയിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. Then we can move on to the poem Anthem by Leonard Cohen. The birds they sang at the break of day start again. I heard them say, don't dwell on what has passed away or what is yet to be. First stanza അദ്ദേഹം പറയുന്നു, the birds they sang at the break of day. Break of day means early in the morning. പ്രഭാതത്തിൽ പക്ഷികള് പാടുന്ന കേൾക്കാറുണ്ട്. ബട്ട് എഗെയിൻ ഐ ഹേർഡ് ദം സേ, പക്ഷികൾ പറയുന്നത്, അവരുടെ പാട്ടിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഡോണ്ട് ഡ്വെൽ ഓൺ വാട്ട് ഹാസ് പാസ്ഡ് അവേ. കഴിഞ്ഞു പോയതിനെ ഓർത്ത് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നമ്മൾ നിലനിൽക്കാൻ പാടില്ല. ഓർ വാട്ട് ഈസ് യെറ്റ് ടു ബി. ഓർ വാട്ട് ഈസ് യെറ്റ് ടു ബി മീൻസ് വാട്ട് ഈസ് ടു ബി കമ്മിങ്. ഇനി വരാനുള്ള കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാൻ പാടില്ല, മറിച്ച് ലിവ് ഇൻ ദ പ്രസന്റ് എന്നാണ് പക്ഷികള് പാടുന്നത്. അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല, അതേപോലെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അത് രണ്ടും നമ്മുടെ കൺട്രോളിലുള്ളതല്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. സോ വി ഷുഡ് നെവർ dwell on past or we should not be anxious about future. ഭാവിയെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടാൻ പാടില്ല, അതേപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ച് ദുഃഖിക്കാനും പാടില്ല. ഇവിടെ നമുക്ക് പക്ഷെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, കാരണം കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമുക്കൊരു കരുത്താണ്, ആ കരുത്തിലൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കും. ആ ഒരു പക്ഷേ അതിനെ ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ച് ഇരുന്നിട്ട് കാര്യമില്ല, മറിച്ച് ആ കരുത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഈസി ആകും. അതാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമുക്ക് PB ഷെല്ലിയുടെ മനോഹരമായ വരികള്, we look before and after and pine for what is not. Ode to the Skylark എന്ന മനോഹരമായ കവിതയിൽ PB ഷെല്ലി പറയുന്നു, we look before and after and pine for what is not. നമ്മള് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും വരാനുള്ള കാലത്തെക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് അറ്റ് പ്രസന്റിൽ എന്താണോ എന്താണ് ആൻഡ് പൈൻ ഫോർ മീൻസ് വി ആർ പെയിനിങ് ഓർ അല്ലെങ്കിൽ നമ്മൾ എന്താണ് വേദനിക്കുക. വി ആർ ആങ്ഷ്യസ് അബൌട്ട് വാട്ട് ഈസ് നോട്ട്. നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അറ്റ് പ്രസന്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ചും വരാനിരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓ ദ വാർസ് ദേ വിൽ ബി ഫോട്ട് അഗെയിൻ, ദ ഹോളി ഡോഗ് ഷീ വിൽ ബി കോട്ട് അഗെയിൻ, ബോട്ട് ആൻഡ് സോൾഡ് and bought again, the dove is never free. അടുത്ത സെൻസിൽ പറയുന്നു, the wars that will be fought again. In the world we can see a lot of wars. ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. And the holy dove is the symbol of peace. സമാധാനത്തിന് പ്രതീകമായ ആ വെള്ളരിപ്രാവ്, ആ പ്രാവിനെ she will be caught again, bought and sold.
ആ വെള്ളരിപ്രാവിനെ പിടിച്ച് എന്താണ് ഇറ്റ് ഈസ് സോൾഡ് അഗെയിൻ, അതിനെ വിൽക്കുന്നു. അതായത് ഇവിടെ എന്താണ് ദ പോയിന്റ് മെൻഷൻസ് ദ ട്രീറ്റീസ് ആൻഡ് കോംപ്രമൈസസ്. ഒരുപാട് വാഗ്ദാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കും. അതിന്റെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷന്റെ ഭാഗമായി ആ ഒരു യുദ്ധം കോംപ്രമൈസിലായി മാറുന്നു. യഥാർത്ഥ സമാധാനം അവിടെ വരുന്നില്ല. ആ കോംപ്രമൈസിന്റെ അല്ലെങ്കിൽ ട്രീറ്റിയുടെ പേരിൽ മാത്രമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നത്, അവിടെ അവസാനിക്കുന്നത്. പിന്നെയും ആ ഒരു സംഘർഷാവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാം. അതാണ് ഇവിടെ പറയുന്നത്, ദ ഹോളി ഡോവ് ഈസ് ഗോട്ട് ബോട്ട് ആൻഡ് സോൾഡ്. അതിനെ നമ്മൾ സ്വതന്ത്രമായി വിടാതെ, ആ ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ സ്വതന്ത്രമായി വിടാതെ, വി ആർ ഇൻ കോംപ്രമൈസ് വിത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ആൻഡ് ബോട്ട് അഗെയിൻ ദ ഡവ് ഈസ് നെവർ ഫ്രീ. ഡവ് എന്ന് പറയുന്നത് ഹിയർ ദ സിംബൽ ഓഫ് പീസ്. ഈ സമാധാനം ഒരിക്കലും സ്വതന്ത്രമായി മാറുന്നില്ല. ദാറ്റ് മീൻസ് വി നെവർ ഗെറ്റ് പീസ്. കാരണം ആ ഒരു കോംപ്രമൈസിന്റെ പേരിൽ മാത്രം നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. യഥാർത്ഥ സമാധാനം അവിടെ നിലനിൽക്കുന്നില്ല. ആൻഡ് റിംഗ് ദ ബെൽസ് ദാറ്റ് ക്യാൻ സ്റ്റിൽ റിംഗ്, ഫോർഗെറ്റ് യുവർ പെർഫെക്റ്റ് ഓഫറിംഗ്. There is a crack in everything. That is how the light passes in. അടുത്ത സെൻസിൽ പറയുന്നു, റിംഗ് ദ ബെൽസ് ദാറ്റ് സ്റ്റിൽ ക്യാൻ റിംഗ്. ഇവിടെ ഈ വരിയിൽ പറയുന്നത്, അതായത് എന്താണ് റിംഗിങ് ദ ബെൽ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ കോളിംഗ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഫോർ പ്രൊട്ടസ്റ്റ്. എതിർക്കാനുള്ള ആ ഒരു ബെൽ എന്ന് പറയുന്നത് നമുക്കൊരു വാർണിംഗ് ആണ്. ആ ഒരു ബെല്ല് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വി ഹാവ് ടു ആക്ട് അഗെയിൻസ്റ്റ് ഇനീക്വാലിറ്റീസ്. അതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് സ്റ്റിൽ ക്യാൻ റിംഗ് മീൻസ് നമ്മൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നിടത്തോളം, ദാറ്റ് മീൻസ് ഇഫ് ഓർ എന്താണ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നിടത്തോളം കാലം വി ഹാവ് ടു റെസ്പോണ്ട് അഗെയിൻസ്റ്റ് ഇനീക്വാലിറ്റീസ്. ആൻഡ് ഫോർഗെറ്റ് യുവർ പെർഫെക്റ്റ് ഓഫറിങ്സ്. യു മേ ബി ഗിവൺ വിത്ത് പെർഫെക്റ്റ് ഓഫറിങ്സ്. നിങ്ങൾ എന്താണ് ഇൻ ഓർഡർ ടു കീപ് സൈലന്റ്, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു കീപ് മം, നമ്മൾ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ, പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഫറിങ്സ് നമുക്ക് കിട്ടും, ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടാകും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തണം. ആൻഡ് ദർ ഈസ് എ ക്രാക്ക്. കാരണം എന്താണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ദർ ഈസ് എ ക്രാക്ക് ഇൻ എവറിഥിങ്, ദാറ്റ് ഈസ് ഹൗ ദ ലൈറ്റ് പാസസ് ഇൻ. ഒരു വിള്ളൽ ഉണ്ടാകും, അതായത് ഒരു വിള്ളൽ എവിടെയെങ്കിലും ഉണ്ടാകും, അതിലൂടെ പ്രകാശം ഉള്ളിലേക്ക് കടന്നു വരാനുള്ള ഒരു ചെറിയ കണിക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു കച്ചിത്തുരുമ്പ് എവിടെയെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് പിന്നിലൊരു കഥയുണ്ട്. അതായത് ഒരുപാട് പ്രോബ്ലംസിന്റെ നടുവിലും നമുക്ക് എവിടെയെങ്കിലും ഒരു ശുഭാപ്തി വിശ്വാസം. നമ്മൾ പറയാറുണ്ട്, ഒരു വാതിൽ അടഞ്ഞാൽ അനേകായിരം വാതിലുകൾ അപ്പുറത്ത് തുറന്നിട്ടുണ്ടാവും. അത് നമ്മൾ കാണാതെ അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ മുന്നിൽ പോയിട്ട് മുട്ടിയിരുന്നിട്ട് കാര്യമില്ല. അപ്പുറത്ത് കിടക്കുന്ന തുറന്ന വാതിൽ കാണാൻ നമുക്ക് സാധിക്കണം. ക്രാക്ക് ഇൻ എവറിഥിങ് ഇസ് എ ഫ്രേസ് ദാറ്റ് കെയിം ഫ്രം ദ ബുക്ക് ഓഫ് ജോൺ കോൺഫീൽഡ് ഓൺ ബുദ്ധിസം. ബുദ്ധിസത്തെ കുറിച്ച് ജോൺ കോൺഫീൽഡ് എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്നാണ് ക്രാക്ക് ഇൻ എവറിഥിങ് എന്ന ആ ഒരു ഫ്രേസ് അദ്ദേഹം എടുക്കുന്നത്. ആൻഡ് ദർ ഈസ് എ സ്റ്റോറി ബിഹൈൻഡ് ദിസ് ടേം ഓർ ദിസ് ഫ്രേസ്. അതായത് the story says that a young man who has lost his leg came to a Buddhist monastery. ഒരു കാല് നഷ്ടപ്പെട്ട വ്യക്തി ഒരു ബുദ്ധിസ്റ്റ് ആശ്രമത്തിലേക്ക് വരുന്നു. ആൻഡ് ഹി ഈസ് എക്സ്ട്രീംലി ആംഗ്രി ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ഓൾവേസ് ഡ്രോ പിക്ചേഴ്സ് ഓഫ് ക്രാക്ഡ് വേസസ് ആൻഡ് ഡാമേജ്ഡ് തിങ്സ്. ആ മൊണാസ്ട്രിയിൽ വരുന്ന അദ്ദേഹം വളരെയധികം ജീവിതത്തോട് വെറുപ്പുള്ള വ്യക്തി, കാരണം അംഗവൈകല്യം സംഭവിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്, ഒരു കാലം നഷ്ടപ്പെട്ടതാണ്. അതിന്റെ പേരിൽ ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു വ്യക്തി. അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങൾ, നല്ല ചിത്രകാരനാണ്. അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങളിലൊക്കെ പൊട്ടിയ പാത്രങ്ങള്, പൊട്ടിയ ഫ്ലവർ വേസ് ഒക്കെയാണ് അദ്ദേഹം വരയ്ക്കുന്നത്. ആൻഡ് ഓവർ ടൈം ഹി ഗോട്ട് ഇന്നർ പീസ് ആൻഡ് ചേഞ്ച്ഡ് ഹിസ് ഔട്ട്ലുക്ക്, ബട്ട് സ്റ്റിൽ ഹി ഡ്രൂ ബ്രോക്കൺ വേസസ്. ആ മൊണാസ്ട്രിയിൽ, ആ ആശ്രമത്തിൽ ആദ്യം അദ്ദേഹം താമസിക്കാൻ വരുന്ന സമയത്ത് ജീവിതത്തോടും തന്നോട് തന്നെയും വെറുപ്പുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ കാലക്രമേണ അദ്ദേഹത്തിന്റെ ആ വെറുപ്പ് മാറി അദ്ദേഹത്തിന് മാനസിക സമാധാനം കിട്ടുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ ഔട്ട്ലുക്കേ മാറുന്നു. ജീവിതം പ്രഷ്യസ് ആയിട്ട് കാണുന്ന വ്യക്തി, പക്ഷെ അയാൾ പിന്നീട് വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെയും പഴയതുപോലെ തന്നെ ബ്രോക്കൺ വേസസ് തന്നെയാണ്. ആൻഡ് വൺ ഡേ ദ മാസ്റ്റർ ആസ്ക്ഡ് ഹിം അബൌട്ട് ഇറ്റ്.
ഒരു ദിവസം ആ ആശ്രമത്തിലെ സന്യാസി അധിപൻ ചോദിച്ചു, ഇതെന്താണ് താങ്കള് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഉള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ദർ ഇസ് എ ക്രാക്ക് ഇൻ എവറിത്തിങ്, എല്ലാത്തിലും ഒരു പ്രതീക്ഷയുണ്ട്. ആൻഡ് ത്രൂ ദീസ് ക്രാക്ക് ദ ലൈറ്റ് ഗെറ്റ്സ് ഇൻ. ആ ഒരു ക്രാക്കിലൂടെയാണ്, ആ ഒരു വിള്ളലിലൂടെയാണ് നമ്മളുടെ ഉള്ളിലേക്ക് പ്രകാശം വരുന്നത്. അതായത് ഒരു ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് വി ആർ സോ ക്ലോസ് ടു ഗോഡ്, ദൈവവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ദൈവവുമായിട്ട് വളരെയധികം അടുപ്പം നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തില് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രാക്കുകൾ വരുമ്പോഴാണ്. ഇവിടെ അദ്ദേഹം പറയുന്ന ക്രാക്ക് ദ ലോസ് ഓഫ് ഹിസ് ലെഗ്സ്, തന്റെ കാലിന്റെ നഷ്ടമാണ്. ആ കാല് നഷ്ടപ്പെട്ടതിലൂടെ അദ്ദേഹം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. ആ ഒരു വിള്ളലിലൂടെയാണ് ഉള്ളിലേക്ക് പ്രകാശം വരുന്നത്. അതായത് ദൈവത്തിന്റെ പ്രസൻസ് അറിയാൻ സാധിക്കുന്നത് ആ ഒരു ഇല്ലായ്മയിൽ നിന്നാണ് എന്നാണ് ഇതിന് പിന്നിലുള്ള കഥ. സോ ദർ ഇസ് എ ക്രാക്ക്, ദ ക്രാക്ക് ഇൻ എവറിഥിങ്. ത്രൂ ദിസ് ക്രാക്ക് ദ ലൈറ്റ് ഗെറ്റ്സ് ഇൻ. We asked for signs, the signs were sent, the birth betrayed, the marriage spent, yeah, the widowhood of every government, signs for all to see. ഇവിടെ we asked for signs, he alludes to the Bible. ബൈബിളിലെ ആ ഒരു വാക്കുമായിട്ട് അദ്ദേഹം പരാമർശം നടത്തുന്നു. അതായത് we asked for signs means അടയാളങ്ങൾ. That means we asked for signs to believe in God. ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ അടയാളം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. And the signs were sent and we got signs. അങ്ങനെയുള്ള ഒരുപാട് അടയാളങ്ങൾ നമുക്ക് കിട്ടി, ഒരുപാട് വെളിപ്പെടുത്തലുകൾ നമുക്ക് കിട്ടി. The birth betrayed, ഇവിടെ the coming of Jesus Christ, യേശുക്രിസ്തുവിന്റെ വരവാണ് അവിടെ പരാമർശിക്കുന്നത്. And the birth of Jesus Christ was betrayed. We betrayed the birth of Jesus Christ. That means Jesus Christ came into this earth for the salvation of human beings. മനുഷ്യന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. പക്ഷേ വി ബിട്രേഡ് ഹിം, നമ്മൾ അദ്ദേഹത്തെ ചതിച്ചു. യൂദാസ് എന്ന ആ ശിഷ്യൻ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു, അങ്ങനെ കുരിശിലേറ്റപ്പെട്ടു. അതാണ് ഇവിടെ പറയുന്നത്. വി ബിട്രേഡ് ദ ബർത്ത് വി ബിട്രേഡ് ദ മാരേജ് സ്പെൻഡ്. ദ മാരേജ്, അതായത് ഇവിടെ സഭ എന്നത് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ ബ്രൈഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ എന്ന ആ ഒരു പരാമർശം, ആ ഒരു അല്യൂഷൻ ടു ദ ബൈബിൾ, ബൈബിളിലെ ആ ഒരു പരാമർശങ്ങളാണ് ഇവിടെയുള്ളത്. ആൻഡ് ദ മാരേജ് സ്പെൻഡ് ആൻഡ് ദ വിഡോഹുഡ് ഓഫ് എവറി ഗവൺമെന്റ്, സൈൻസ് ഫോർ all to see. That means now all the governments are become widows. കാരണം യേശുക്രിസ്തു കുരിശിലേറ്റപ്പെട്ടു, അങ്ങനെ നാഥനില്ല കളരിയായി മാറി, അങ്ങനെ ഒരു ലീഡർഷിപ്പിന് ആളില്ലാതെയായി മാറിയതിനാൽ all the governments, that means the world is now in a widowed condition. വിധവയുടെ അവസ്ഥയാണ്, ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് ഇന്ന് ഈ ലോകത്തിനുള്ളത്. That means എന്താണ്, there is no control in this world and there is anarchy and chaos. അരാജകത്വങ്ങളും അതേപോലെ ആ അക്രമങ്ങളും ഒക്കെയാണ് ലോകത്തുള്ളത്. ഇപ്പോ ലോകത്തെ നിയന്ത്രിക്കാനൊന്നുമില്ലാത്ത അവസ്ഥയാണ്. ആൻഡ് വി കാൻ ടേൺ നോ മോർ വിത്ത് ദാറ്റ് ലോലെസ് ക്രൗഡ്. While the killers in high places say their prayers out loud, but they have summoned a thundercloud. They are going to hear from me. ഇനി കവി പറയുന്നു, I can't turn no more with that lawless crowd. Lawless crowd means anarchic people. അതായത് അനാർക്കിക് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമം ഉണ്ടാക്കുന്ന ആളുകളുമായിട്ട് I cannot compromise with these people. While the killers in high places say that their prayers in aloud. That means the killers, ഇവിടെ യുദ്ധമാണ് പറയുന്നത്, എന്താണ്, war people, യുദ്ധ കൊതിയന്മാരായിട്ടുള്ള ആളുകൾ, they are sounding high, അവരുടെ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നു. but they have summoned a thunder cloud. പക്ഷേ അവര് എന്ത് ചെയ്യും, they will be summoned means they have to be come in a group. അവരൊരു ഗ്രൂപ്പായിട്ട് വരണം, അല്ലെങ്കിൽ അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട്
എന്ത് ചെയ്യണം? എ തണ്ടർ ക്ലൗഡ്. തണ്ടർ ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ബിബ്ലിക്കൽ അല്യൂഷൻ ആണ്. ഒരു തണ്ടർ ക്ലൗഡ്, മേഘത്തിന്റെ ആ രൂപത്തിൽ, മേഘം ബൈബിളിലുള്ളതാണ്. മേഘത്തിലൂടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ അശരീരി ഉണ്ടാകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. തണ്ടർ ക്ലൗഡിലൂടെ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു ഇടപെടലിലൂടെ ദേ ഹാവ് ടു ആൻസർ ഫോർ ദിയർ അട്രോസിറ്റീസ്. അവരുടെ ക്രൂരതകൾക്ക് അവർക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും. ആൻഡ് ദേ ഹാവ് ടു ഗോ ടു ഹിയർ ഫ്രം മീ ആൻഡ് ഐ ഹാവ് ദ റൈറ്റ് ടു സിംഗ്. എന്റെ വാക്കുകളിലൂടെ, കാരണം നമ്മൾ പറഞ്ഞു ഹീസ് എ പോയറ്റ് ആൻഡ് സിംഗർ. അദ്ദേഹത്തിന്റെ ഇവിടെ കവി പറയുന്നത് ദ ഡ്യൂട്ടി അല്ലെങ്കിൽ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് റൈറ്റേഴ്സ് ടു ദ സൊസൈറ്റി. സമൂഹത്തിനോടുള്ള കടപ്പാടുകൾ, കവികളുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ കടപ്പാടുകളാണ് ഇവിടെ പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ റൈറ്റേഴ്സ്, അല്ലെങ്കിൽ എന്താണ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിക്കെതിരെ പോരാടേണ്ടത്, അതിനെതിരെ പടവാൾ ഉയർത്തേണ്ടത് കവികളാണ്. നമ്മൾ പറയും തൂലികയിലൂടെ ആ വിപ്ലവം സൃഷ്ടിച്ച ഒരുപാട് കവികൾ നമുക്കുണ്ട്. അതുപോലെ ആ ഒരു തൂലിക വിപ്ലവമാണ് ഇവിടെ പറയുന്നത്. ദേ വിൽ ഹിയർ ഫ്രം മീ. എന്റെ വാക്കുകൾ അവർക്ക് കേൾക്കേണ്ടതായി വരും. Ring the bells that you can still ring. Forget your best offerings. There is a crack in everything. That is how the light gets in. നേരത്തെ പറഞ്ഞ വരികളാണ്, അത് റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് എന്ത് ചെയ്യണം? We have to respond against these atrocities. You can add up the parts. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ആഡ് അപ്പ് ദ പാർട്സ്. യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായി മാറാൻ കഴിയും. അതായത് ഒരുപാട് പേര് ഈ രാജ്യത്ത് പടപൊരുതുന്ന അല്ലെങ്കിൽ ഈ വിപ്ലവത്തിന് അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവത്തിന് വേണ്ടി, ഈ ഒരു അനാചാരങ്ങൾക്കെതിരെ പോരാടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഒരു ഭാഗമായി മാറാൻ നിങ്ങൾക്ക് കഴിയും. ബട്ട് യു വോണ്ട് ഹാവ് ദ സം. നിങ്ങൾക്ക് അത് മൊത്തമാകാൻ കഴിയില്ല. ദാറ്റ് മീൻസ് ഒരു ഭാഗമായി മാറിയിട്ട് നിങ്ങൾക്ക് കാലക്രമേണ മാറ്റം വരുത്താനേ കഴിയുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ യു കനോട്ട് വൈപ്പ് അവേ ഓൾ ദി അട്രോസിറ്റീസ് ഓൾ ടുഗദർ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ കഴിയില്ല. യു ക്യാൻ സ്ട്രൈക്ക് അപ്പ് ദ മാർച്ച്. നിങ്ങൾക്ക് മാർച്ച് നടത്താം, അതായത് അതിനെതിരെ പ്രതിഷേധിക്കാം. ആൻഡ് ദർ ഇസ് നോ ഡ്രം. നിങ്ങൾക്ക് ഡ്രം വേണമെന്നില്ല. വെറുതെ ഒച്ചപ്പാടും മേളം ഒക്കെ ആക്കിയിട്ട് കൊട്ടിപ്പാട്ടും ആഘോഷവും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക്, അതായത് ആ പൂർണ്ണമായിട്ടുള്ള അരാജകത്വം ഒഴിവാക്കാൻ സാധിക്കാൻ കുറച്ച് സമയമെടുക്കും. കാലക്രമേണ മാറാനേ കഴിയുള്ളൂ. പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഭാഗമായി മാറാം. മാർച്ച് നടത്താൻ പറ്റും. അതായത് ഒറ്റയാൾ വിപ്ലവങ്ങളൊക്കെ നടത്താൻ പറ്റും. ആൻഡ് എവറി ഹാർട്ട് ടു ലവ് വിൽ കം ബട്ട് ലൈക്ക് എ റെഫ്യൂജി. എല്ലാ മനസ്സുകളിലും ലവ് ടുവേർഡ്സ് ഗോഡ്, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തോടുള്ള സ്നേഹം എല്ലാ മനസ്സിലും കൊണ്ടുവരാൻ സാധിക്കും. ബട്ട് യു ആർ എ റെഫ്യൂജി. അതും ബിബ്ലിക്കൽ അല്യൂഷൻ ആണ്. യു ആർ ദ സിറ്റിസൺ ഓഫ് ഹെവൻ. സ്വർഗത്തിന്റെ പൗരന്മാരാണ് നിങ്ങൾ. ആൻഡ് യു ആർ റെഫ്യൂജീസ് ഇൻ ദിസ് എർത്ത്. ഈ ഭൂമിയിലെ അഭയാർത്ഥികളാണ് നമ്മൾ എന്നുള്ള ആ ഒരു ബിബ്ലിക്കൽ അല്യൂഷൻ ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ബട്ട് യു വിൽ ബി like a refugee. Like a refugee, here we can see the figure of speech simile. Like a refugee എന്ന ആ ഒരു വാക്കില് നമുക്ക്, ആ വരികളിൽ നമുക്ക് സിമിലി കാണാൻ സാധിക്കും. ഉപമ കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഹ്യൂമൻ ലൈഫ് ഓൺ എർത്ത് ഈസ് കമ്പയർഡ് ടു ദ ലൈഫ് ഓഫ് എ റെഫ്യൂജി. Ring the bells that still can ring. Forget your perfect offering. There is a crack in everything. And how the light gets in. Ring the bells that you can still ring. Forget your perfect offering. There is a crack in everything. That is how the light gets in. ആ 4 വരികൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. And through this poem, the poet is asking, or the poet is demanding the people to fight against atrocities, inequalities, and all the bad actions that prevail in society. സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കും അക്രമങ്ങൾക്കും ഒക്കെ എതിരെ പടപൊരുതുക എന്ന ആഹ്വാനമാണ് ലിയനാർഡ് കോഹൻ ഈ ഒരു കവിതയിലൂടെ നമുക്ക് പറഞ്ഞത്. We have already said that there is a biblical allusion in this poem. The poet says that we all will come to Jesus of his love and acceptance and his full adoption into his family. ക്രിസ്തുവിന്റെ ആ കുടുംബത്തോട് ചേരുമ്പോൾ, അതായത് ഇവിടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത്, ക്രിസ്തുവിനോട് ചേരുന്ന സമയത്ത്, വി വിൽ നോട്ട് ബി റെഫ്യൂജീസ് ബിക്കോസ് ഇറ്റ് ഈസ് എ ബെറ്റർ പ്ലേസ്. നമ്മൾ എന്താകും മാറില്ല, അഭയാർത്ഥികളായി മാറില്ല. കാരണം
അതൊരു നല്ല സ്ഥലമാണ്. അതായത് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന സമയത്ത് nothing will affect us. And thus the poem becomes a warning and encouragement. ഈ ഒരു കവിത ഒരു വാർണിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ആൻ എൻകറേജ്മെന്റ്. ഇറ്റ് ബിക്കംസ് എ വാർണിംഗ് ദാറ്റ് വി ക്യാൻ സ്റ്റിൽ റിംഗ് ദ ബെൽസ് ആൻഡ് വി മസ്റ്റ് റിംഗ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഒപ്പോസ് ഈവിൾസ് ആൻഡ് ഇനീക്വാലിറ്റീസ്. ഇത് ഒരു എൻകറേജ്മെന്റ് ആണ്, വാർണിംഗ് ആണെന്ന് പറയുന്നത്. വാർണിംഗ് എന്ന് പറയുന്നത് നമ്മൾ അനീതികൾക്കെതിരെ പ്രതികരിക്കണം. ആൻഡ് ഇറ്റ് ബിക്കംസ് ആൻ എൻകറേജ്മെന്റ്. That means it can wipe away all evils and God's glory will take care of us. ഇതൊരു എൻകറേജ്മെന്റ് ആണ്. കാരണം നമുക്ക് എന്താണ്, വി ക്യാൻ വൈപ്പ് അവേ ഓൾ ഈവിൾസ്, എല്ലാ ദുഷ്ടതകളും നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയും. എങ്ങനെ? ദൈവത്തിന്റെ സഹായം കൊണ്ട്. അങ്ങനെ ദൈവത്തിന്റെ സഹായം കൊണ്ട് നമുക്ക് എല്ലാ അനീതികളും തുടച്ചു മാറ്റാൻ കഴിയുന്ന സമയത്ത് വി വിൽ ബി ഇൻ ദ കെയർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ ഒരു ശ്രദ്ധയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിചരണത്തിലായിരിക്കും നമ്മൾ. അതുകൊണ്ട് ഇതൊരു എൻകറേജ്മെന്റ് ആണ്. അതായത് ദൈവം, നമുക്ക് ആരുമില്ലെങ്കിലും ദൈവമുണ്ട് എന്ന ആ ഒരു വിശ്വാസവും നമുക്ക് ഈ കവിതയിൽ കാണാം. അതായത് റേ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ആ ഒരു കിരണം നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. These are the main points. Hope you enjoyed it. Thank you.